Dear students, welcome to RANS Learning Portal. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയ തെർമോഡൈനാമിക്സ്. ആ തെർമോഡൈനാമിക്സിൽ എല്ലാ വർഷവും ചോദിക്കുന്ന ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തുള്ള ഒരു ഏരിയയാണ് ദാറ്റ് ഈസ് സ്പോണ്ടേനിറ്റി. സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം അല്ലെങ്കിൽ സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, ഈ രണ്ടിലും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയി നടക്കുക എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ സ്വയം നടക്കുക എന്നാണ്, വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് പറയാ, നാച്ചുറലായി നടക്കുക എന്ന് പറയാം. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവാൻ നിർബന്ധമായ കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളെ മനസ്സിലുണ്ടാവണം, ഡെൽറ്റ ജി എന്നത് നെഗറ്റീവ് ആയിരിക്കണം എന്നതാണ് സ്പോണ്ടേനിയസ് ആവാൻ വേണ്ട നിർബന്ധമുള്ള കണ്ടീഷൻ. എന്നാൽ ഈ ഡെൽറ്റ ജി കാണാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പൊ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ടാണ് അത് സ്പോണ്ടേനിയസ് ആണോ അല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ സ്പോണ്ടേനിയസ് ആണോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാത്തമാറ്റിക്കലി 3 രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഒന്ന്, ഈ ഡെൽറ്റ എച്ച് ക്വസ്റ്റ്യനിൽ പറയും അത് നെഗറ്റീവ് ആണ് എന്ന്. അതിന്റെ കൂടെ പറയും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ് എന്ന്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഈ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഈ ഭാഗം നെഗറ്റീവ് ആയിട്ട് പോയി. ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് അത് നെഗറ്റീവ് ആയല്ലോ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്. നിങ്ങൾ ഏത് ടെമ്പറേച്ചർ കൊടുത്താലും, ഈ ടെമ്പറേച്ചർ എന്ത് കൊടുത്താലും, അറ്റ് എനി ടെമ്പറേച്ചർ, അപ്പൊ ഒരു റിയാക്ഷൻ എല്ലാ ടെമ്പറേച്ചറിലും സ്പോണ്ടേനിയസ് ആവാനുള്ള കണ്ടീഷൻ എന്താ? അത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവണം, അതേപോലെ ഡെൽറ്റ എസ് പോസിറ്റീവ് ആവണം. എന്നാൽ ഒരു പ്രോബ്ലം ലെവലിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാ, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ് എന്ന് പറയുന്ന കൂടെ തന്നെ ഡെൽറ്റ എസും നെഗറ്റീവ് എന്ന് പറയും. അതേപോലെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ട് ഡെൽറ്റ എസും പോസിറ്റീവ് എന്ന് പറയും. ഇങ്ങനെ വന്നാൽ, രണ്ടും നെഗറ്റീവ് വന്നാൽ രണ്ടും പോസിറ്റീവ് വന്നാൽ ഒരിക്കലും എല്ലാ ടെമ്പറേച്ചറിലും സ്പോണ്ടേനിയസ് ആവൂല. ഇത് പഠിക്കാൻ മാത്തമാറ്റിക്കലി കുറെ പ്രൂഫ് ഒക്കെ ഉണ്ട്, ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇത് പഠിച്ചോ, രണ്ടും നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിൽ നിങ്ങൾ അവിടെ എഴുതിക്കോ അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആകും. അപ്പൊ രണ്ടും പോസിറ്റീവ് ആണെങ്കിലോ അവിടെ ഹൈ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആകും. ഈ 3 കണ്ടീഷനാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവാൻ വേണ്ടത്. അപ്പൊ ഒന്ന് ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. ഓക്കെ, അടുത്തത് രണ്ടും നെഗറ്റീവ്, അതേപോലെ രണ്ടും പോസിറ്റീവ്. ഇനി ഇതും നേരെ ഓപ്പോസിറ്റ് ആക്കിയാൽ, ഇത് പോസിറ്റീവായി ഇത് നെഗറ്റീവ് ആയാൽ അതൊരിക്കലും സ്പോണ്ടേനിയസ് ആവൂല. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി ചേഞ്ച്? അത് നമുക്കറിയാം, ഒരു റിയാക്ഷന്റെ ഫ്രീ എനർജി ചേഞ്ച്, അത് നമ്മളെ സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെട്ടല്ല. ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് ടു എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി? നമ്മൾ പറഞ്ഞു ഇതാണ് എൻതാൽപ്പിയും എൻട്രോപ്പിയുമായി ബന്ധം. ഹൗ ഈസ് ഇറ്റ് യൂസ്ഫുൾ ഇൻ പ്രെഡിക്റ്റിംഗ് ഫീസിബിലിറ്റി ഓഫ് എ പ്രോസസ്? ഒരു പ്രോസസ് ഫീസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതാണ് സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഫീസിബിലിറ്റി. അതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? നിങ്ങൾക്ക് പറയാം ഡെൽറ്റ ജി നെഗറ്റീവ് കിട്ടിയാൽ അത് സ്പോണ്ടേനിയസ് ആയിരിക്കും എന്നതാണ് അതിന്റെ ഫീസിബിലിറ്റിയുമായി ബന്ധം. ഇതൊരു സിമ്പിൾ തിയറി പാർട്ടാണ്. എന്നാൽ പ്രോബ്ലംസ് ഉള്ള ഭാഗം, മോസ്റ്റ് ഓഫ് ദ നാച്ചുറലി ഒക്കറിംഗ് പ്രോസസ് ആർ സ്പോണ്ടേനിയസ്. Give the criteria for spontaneity of a process in terms of free energy change. നമുക്കറിയാം ഡെൽറ്റ ജി നെഗറ്റീവ് കിട്ടണം. അടുത്തത്, എക്സോതെർമിക് റിയാക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് എ ഡിക്രീസ് ഇൻ എൻട്രോപ്പി ഓഫ് സ്പോണ്ടേനിയസ് അറ്റ് ലോവർ ടെമ്പറേച്ചർ ജസ്റ്റിഫൈ ഓൺ ദ ബേസിസ് ഓഫ് ഗിബ്സ് ഇക്വേഷൻ. എന്താ പറഞ്ഞത്? എക്സോതെർമിക് ആണ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. അടുത്തത്, ഡിക്രീസ് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആവുക?
അറ്റ് ലോ ടെമ്പറേച്ചർ. ഇത് നിങ്ങൾ ഗിബ്സിന്റെ ഇക്വേഷൻ വെച്ച് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ എഴുതി കൊടുക്കണം. എന്നിട്ട് ഡെൽറ്റ എച്ചും നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസും നെഗറ്റീവ് ആണെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആകും എന്ന് പ്രൂവ് ചെയ്യണ്ടേ? അപ്പൊ എങ്ങനെ പ്രൂവ് ചെയ്യാ? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതില് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയാൽ ഇത് നെഗറ്റീവ് വരും, ഡെൽറ്റ എസ് നെഗറ്റീവ് ആയാൽ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് വരും. ഇനി പറ, ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് പാർട്ട് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് പാർട്ട് ഉണ്ട്. ഇതിൽ ഏത് വാല്യൂ കൂടുമ്പോഴാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആവുക? നിങ്ങൾ പറ, അത് ഈ ഡെൽറ്റ എച്ച് കൂടുമ്പോഴല്ലേ? അപ്പൊ ഡെൽറ്റ എച്ച് നിർബന്ധമായിട്ടും ടി ഡെൽറ്റ എസിനെക്കാളും വലുതായിരിക്കണം. അങ്ങനെ ഡെൽറ്റ എച്ച് വലുത് കിട്ടണമെങ്കിൽ ഈ ടെമ്പറേച്ചർ നിർബന്ധമായിട്ടും ലോ ആയിരിക്കണം. അപ്പൊ എക്സാമിന് ഈ ഒരു പ്രൂഫ് എഴുതി കൊടുത്താൽ ആൻസർ ആയി. ഡെൽറ്റ എച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ്. ഇനി ഫൈൻഡ് ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് ദ റിയാക്ഷൻ ബിക്കം സ്പോണ്ടേനിയസ് എന്ന പ്രോബ്ലം ആയിട്ട് ചോദിക്കും. അങ്ങനെ പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ട് ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് സ്പോണ്ടേനിയസ് ആവുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ എന്നൊരു സാധനം ഉണ്ട്. ഇക്വിലിബ്രിയത്തിലെ ടെമ്പറേച്ചർ കാണാൻ ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് പഠിച്ചാൽ മതി. ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് സ്പോണ്ടേനിയസ് ആവുക, ഏത് ടെമ്പറേച്ചറിന് താഴെയാണ് സ്പോണ്ടേനിയസ് ആവുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കണ്ടാൽ മതി. നോക്കിക്കോ, ഡെൽറ്റ എച്ച് എത്രയാണ്? 490 കിലോ ജൂൾ ആണ്. അപ്പൊ ഞാനിവിടെ 490 കിലോ ജൂൾ എഴുതി. ഡെൽറ്റ എസ് എത്രയാണ്? 198 ജൂൾ ആണ്. ജൂളിന് എങ്ങനെയാണ് കിലോ ജൂൾക്ക് മാറ്റുക? 198 ഇൻറ്റു 10⁻³ അല്ലെങ്കിൽ മുകളിൽ 10⁻³ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. 490 ബൈ 198 ചെയ്താൽ എത്രയാണോ കിട്ടുക ഇൻറ്റു 1000 ചെയ്യണം. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക ആൻസർ ആണ് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിന് മുകൾക്ക് പോയാൽ സ്പോണ്ടേനിയസ് ആയിരിക്കും. സോ ഈ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ടെമ്പറേച്ചർ എന്താണോ അതിന്റെ മുകൾക്ക് പോയാൽ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി ഏത് ടെമ്പറേച്ചറിന് താഴെയാണ് സ്പോണ്ടേനിയസ് ചോദിക്കുമ്പോഴും അപ്പോൾ നിങ്ങൾ ഇതേ ഇക്വേഷൻ ചെയ്താൽ മതി. ഇങ്ങനെ മാത്തമാറ്റിക്കലി ചെയ്യാനും നിങ്ങൾക്ക് ഇതേ ഡാറ്റ ഉപയോഗിക്കാം. ഇതാണ് സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെട്ട ഭാഗം. അപ്പൊ ഇത്രയും ഏരിയ നിങ്ങൾ പഠിച്ചു വെച്ചാൽ സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെട്ട ഷുവർ ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സ് കാണാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളെ കൂടെ നമ്മളുണ്ടാവും. താങ്ക് യു ഓൾ.